പലരും പറഞ്ഞൊരു കാര്യമാണ്, കമന്റ്സിൽ കൂടെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഷാഹിദ ഷാജി ടോപ്പിക് ഇനി എടുക്കരുതെന്ന്. ഓക്കെ, ഞാൻ അനുസരിക്കുന്നു, ഞാൻ ഇനി ആ ടോപ്പിക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാതെ പറ്റത്തില്ലല്ലോ. ഞാൻ 25-ാം തീയതി എന്തായാലും ഷാഹിദ ഷാജിയെ കാണാൻ പോകാൻ തീരുമാനിച്ചിരുന്നു. കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ചിപ്സ് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങി വാങ്ങിച്ചിട്ടുണ്ട്. മോൻ ഇന്നലെ അതിൽ നിന്ന് ഒരു പീസ് എടുത്തപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, ആ ഷാഹിദ ഷാജിയുടെ മക്കൾക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ അവളെ കാണാൻ പോകുന്നുണ്ട് 25-ാം തീയതി എന്ന് ഞാനിങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പം ഞാനൊരു പുതിയ വിഷയം അറിഞ്ഞത്. ഇവള് മുൻപ് എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഇവളുടെ വീഡിയോകളിൽ ഇവൾ പറഞ്ഞ് പ്രദർശിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ എൻ്റെ നാട്ടുകാർ ഓടിച്ചു എന്നാണ്. സത്യത്തിൽ കർമ്മ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭീകരമായ സംഭവമാണെന്ന് ഇന്നലെ അവളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തെന്നറിയോ, അവളെ നാട്ടുകാർ ഓടിക്കുന്ന സീനാണ് ഗൈസ്. ഇവൾ പോകാൻ പ്ലാൻ ഇട്ടിട്ട് നിൽക്കുന്ന സമയത്തിൽ ആ സമയത്ത് തന്നെ ഇവൾ എന്ത് ചെയ്തു, ഉമ്മയിൽ നിന്ന് വസൂലാക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ഇവള് ഉമ്മക്ക് ചെലവിന് കൊടുത്ത എമൗണ്ട്, ഉമ്മ പ്രസവിച്ച് വളർത്തിയ എമൗണ്ട് ഉമ്മ ചോദിച്ചാൽ ഇവളെ ജട്ടി കീറിപ്പോവും, ജട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അറിയാലോ, പെറ്റ തള്ളയോട് നമുക്ക് കണക്കൊന്നും പറയാനൊക്കത്തില്ല, പാലിന്റെ കണക്കൊന്നും നമുക്ക് പറയാനേ പറ്റത്തില്ല. അവർ തന്നില്ല, അവർ ജീവൻ തന്നില്ലായിരുന്നു നമ്മൾ ഇവിടെ എത്തുകയുമില്ല, അതൊരു സത്യം. എനിവേ, അവരുടെ കയ്യിൽ നിന്ന് വസൂലാക്കാൻ ആ വീട്ടിനകത്തുള്ള കൂടുകുടുക്ക സർവ്വസാധനങ്ങളും അവൾ വാരി വണ്ടി കയറ്റി. പക്ഷെ നോക്കുമ്പോൾ ഒന്നിൻ്റെ കുറവുണ്ട്, പണം കിട്ടിയിട്ടില്ല. അപ്പോൾ പണത്തിന് എന്ത്, ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ വലിയ വയറ് കീറി കിഡ്നി എടുത്ത് വിൽക്കായിരുന്നു, ഉമ്മയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നോക്കുമ്പോൾ ഒരു ചന്ദനമരം അങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എടി, നമ്മൾ എന്ത് ക്രൈം ചെയ്യുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കണം. ഒന്നാമത് ചുറ്റുമുള്ള മനുഷ്യരെ അത്രയും ശത്രുക്കളാക്കി നിൽക്കുന്ന നീ, അവിടെ ഒരു ഈ കാക്ക പറഞ്ഞാൽ അറിയൂലേ, അവർ ഇൻഫർമേഷൻ കൊടുക്കത്തില്ലേ, ബോധം വേണ്ടേ? അതെല്ലാം പൊട്ട്. ഈ ചന്ദനമരം മുറിച്ച നീ ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കും? അപ്പം നിന്റെ കോണ്ടാക്ട് ലെവൽ വേറെ ലെവലാണ്. എന്നെ അത് അത്യാവശ്യം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ചധികം പേരുണ്ട് ഈ NIA ലെവല്, അങ്ങനെയൊക്കെ ലെവൽ ആലോചിക്കുന്നത്. അവരറിയാൻ വേണ്ടിയിട്ടാണ്. ഇവളെ കോണ്ടാക്ട്സ് ഒന്ന് അന്വേഷിക്കണം. അത് ഇവളോടുള്ള പക കൊണ്ടല്ല, ഈ പെണ്ണിനെ അവറ്റകൾ കൊണ്ടുപോയി കുഴി ചാടിക്കും, തർക്കമേ വേണ്ട. ചന്ദനമൊക്കെ കള്ളക്കടത്ത് നടത്താനും മാത്രമുള്ള കോണ്ടാക്ട്സ് ഒക്കെ നിനക്കായോ? അത് വെട്ടി അവിടെ കൂട്ടിയിട്ട് അതും കൊണ്ട് പോകാൻ ഒരു ശ്രമം നടത്തുമ്പം നീ നിനക്ക് പൊട്ടത്തരത്തിൻ്റെ അങ്ങ് എക്സ്ട്രീം ലെവലിലാണ് നീ ഉള്ളത്. അതെല്ലാം പോട്ടെ. നാട്ടുകാരോടിച്ച ഷാജിദ ഷാജി ദേ പോവുകയാണ്. കാണണ്ടേ നിങ്ങൾക്ക്? വീഡിയോ കണ്ടോളൂ. ഞാനിത് ഒരാളുടെ കയ്യിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെടുത്താണ്. ഞാൻ പെർമിഷനോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് നമുക്ക് കോപ്പി റൈറ്റ് വരെ എടുത്തല്ലോ. അതുകൊണ്ടാണ് ഞാനിതിവിടെ വീണ്ടും റീപ്ലേ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത്തവണ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഷാജിദ ഷാജി, നമ്മുടെ യൂട്യൂബർ ഇന്നലെ നാട് കിടക്കുകയായിരുന്നു. നാട് വിടാനുള്ള പ്ലാനിങ്ങിൽ കെട്ടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ എന്ത് ചെയ്തു, വീട്ടിലുണ്ടാകുന്ന ചന്ദനമരം മുറിച്ചു. വീട്ടിലുള്ള ചന്ദനമരം മുറിച്ച് അവൾക്ക് വീട്ടിൽ ഉമ്മ പൈസ കൊടുക്കാണ്ടല്ലേ, ഒന്നും കിട്ടാനില്ലല്ലോ, ഏതായാലും പൂവല്ലേ. അപ്പോൾ പോണത് കൊണ്ട് വീട്ടിലത്തെ ചന്ദനമരം അങ്ങോട്ട് മുറിച്ച് അവൾ അതിനെ 2-3 പീസൊക്കെ ആക്കി കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയായിരുന്നു. കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങാൻ ആ ടൈമൊക്കെ ആയിരുന്നു. ഏകദേശം ആ ടൈമായപ്പോൾ ഫോറസ്റ്റുകാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും വന്ന് കയ്യോടെ അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് പൊക്കി നല്ലൊരു കേസ് എഴുതി കൊടുത്തു. 5 മക്കളായതുകൊണ്ട് മാത്രം ഉള്ളിലിടാനുള്ള വകുപ്പുണ്ടായിരുന്നെന്ന് സാർമാർ പറഞ്ഞു. അല്ലാണ്ട് കേസ് എഴുതി, നല്ലൊരു കേസ് എഴുതി കൊടുത്തിട്ടുണ്ട്. പോണ സമയത്തൊരു കേസ് അവൾ നൈസായിട്ട് വെട്ടി വെക്കുക എന്നുള്ള ഒരു ചെറിയ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ അത് നടന്നില്ല. നല്ല അണ്ണാക്കി എടുത്താണ് കിട്ടിയെന്നല്ലേ. നമ്മുടെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ചതല്ല അവൾക്കുള്ള പണി പടച്ചവനായിട്ട് കൊടുത്തതാണ്. അവളങ്ങോട്ട് വെട്ടി മുറിച്ച് അങ്ങോട്ട് കഷ്ണമൊക്കെ ആക്കി തെളിവിൻ്റെ തൊണ്ടി മുതലിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണുക, വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ഇതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ ബാക്കിയുള്ളത്. ഇതാ ഷാജിദ ഷാജി ഫോറസ്റ്റുകാരെ കിട്ടിയിട്ടുണ്ട്. അവൾ ചന്ദനവേട്ട നടത്തിയതാ, പൊക്കിയിട്ടുണ്ട്. ഇതാ ഫോറസ്റ്റുകാരുടെ വണ്ടിയാണ്, അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഫോറസ്റ്റുകാർ. അവൾ എന്നെ നാറ്റിച്ചതല്ലേ, അവൾ എനിക്കിട്ട് പണി തന്നവളവൾ. ഇതാ ഫോറസ്റ്റുകാർ അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ യൂട്യൂബറാണെന്ന് പറഞ്ഞ് എന്നിട്ട് നാറ്റിച്ചതാ. രണ്ടാമത്തെ വണ്ടിയാണ്, ഇതിപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അവൾ പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഓണേൻ്റെ ഇടയിലാണ് അവൾ ഈ പരിപാടിക്ക് നിന്ന്. തൊണ്ടി മുതൽ കിട്ടിയില്ല ഗൈസ്. ഇതാ
അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇത്രയും നീളമുള്ള സാധനമാണ് കഴിച്ച് തൊണ്ടി അവിടെ അടിയോടെ വെട്ടിയതാ. തൊണ്ടിമോര് ഇവിടെ ഉണ്ട്, എവിടെയും പുറത്ത് പോയി. അഖില ഷാജി താത്ത എല്ലാം പറക്കി കെട്ടി പോവുകയാണ് ഗൈസ്. 5 കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ പോവുകയാണ്. സത്യത്തിൽ സങ്കടമുണ്ടടി. നിന്റെ ഒരു അവസ്ഥയിൽ നിന്റെ ഉമ്മ നിന്റെ ഒപ്പം നിൽക്കണം. എനിക്ക് ആ സ്ത്രീയെ തീർത്തും ഇഷ്ടമില്ല. ഞാൻ നിന്റെ ഒപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ. നിന്റെ ഉമ്മ ശരിയല്ല. നിന്റെ ഉമ്മ ശരിയാണെങ്കിൽ മകൾ ആദ്യം തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ ചെവിക്കൽ വിളക്ക് ഒരെണ്ണം തന്നെ അവിടെ ഇരുത്തണമായിരുന്നു. പകരം അവൾക്ക് ഇളക്കരം വെച്ചു കൊടുത്തു. അവക്കൊപ്പം കിടന്ന് അവട്ട് എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഉമ്മാക്ക് നിന്നെക്കാൾ വലിയ ഭ്രാന്താണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ആ തള്ള എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് അവരുടെ ഭാഗത്തു നിന്നൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 2 പിള്ളേരെ വളർത്തിയിട്ടില്ലേ, അവർക്ക് ഈ പേക്കൂത്തില്ലല്ലോ എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. എന്നാൽ പോലും ഉമ്മ നിങ്ങൾ ചെയ്തത് മഹാദോഷമായിപ്പോയി. കാരണം ഈ 5 കുട്ടികളെയും കൊണ്ട് ഇവൾ എവിടേക്കാണ് പോണേന്ന് വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? ക്രിമിനലുകൾ കൂടെയാണ് അവളുടെ സഹവാസം മുഴുക്കാൻ. എങ്ങനെ ഈ ചന്ദനം വിൽക്കാൻ ഇവള് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ. ഏതായാലും അത് പോലീസുകാരുടെ ടെൻഷനാണ്. അവരതിനെപ്പറ്റി അന്വേഷിക്കും. തീർച്ചയായിട്ടും അതിനെതിരെ അവർ നടപടി ഉണ്ടാവും. ഇവൾ ഇനി നല്ലപോലെ കയറി ഇറങ്ങി 5-6 ഉപ്പാട് വരും. അന്വേഷണത്തെ എനിക്ക് മനസ്സിലായത് അന്നാട്ടുകാരിൽ മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ ഇവക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കുറേ അധികം FIR-ഉം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാർ വീട്ടിൽ കയറി പൊട്ടിച്ച രംഗങ്ങളുമുണ്ട്. അടി കൊണ്ട് ഇവൾ ഒരു ദിവസം വീഡിയോ ഇട്ടത് ഓർമ്മയുണ്ടോ? ആ കേസും FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ എമ്പാട് കേസുകളുള്ള ഒരു സ്ത്രീയാണ്. അതിൽ ഇതുവരെയും ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതും കൂടെയായി. ഇത്രയും നാൾ ഗുണ്ടിയായിരുന്നു. നാട്ടുകാരെ തല്ലുന്ന, തെറി വിളിക്കുന്ന, അന്യായമായിട്ട് തെറി പറയുന്ന ഒരു പെണ്ണാണ് എന്നുള്ളതാണ്. അപ്പം തെറിച്ചി ആണ് എന്നുള്ളത് നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. കൂടെ അയൽപക്കത്തുള്ള സ്വസഹോദരങ്ങൾ, ഉമ്മായുടെ സഹോദരങ്ങൾ എന്ന് വേണ്ട ബന്ധുമിത്രാദികളെ അത്രയും വെല്ലുവിളിക്കുകയും തുണിപൊക്കി കാണിക്കുകയും അടിയുണ്ടാക്കുകയും ചെയ്യുന്ന ഷാഹിദ ഷാജിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു കേസ് ചന്ദനക്കടത്ത് കേസാണ്. നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്ന മരം മുറിക്കണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണമെന്നുള്ളത് എൻ്റെ ആദ്യത്തെ അറിവാണ് കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. എനിക്കൊരു കാര്യം അറിയാം, നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നിധി കിട്ടിയാൽ അത് ഗവൺമെൻറ്റിൽ ഏൽപ്പിക്കേണ്ടി വരും. നമുക്കതിൻ്റെ ഒരു ശതമാനം എന്ന് കണ്ടേ കിട്ടുള്ളൂ. ബാക്കി ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുള്ളതാണ്, ഗവൺമെൻറ് കൊണ്ടുപോകും എന്നുള്ളതാണ് വസ്തുത. അപ്പം ഈ ചന്ദനം ആക്ച്വലി ഇത് ഇവളുടെ ഓണർഷിപ്പ് അല്ല, ഉമ്മായുടെയും വാപ്പായുടെയും പേർക്ക് കിടക്കുന്ന വസ്തുവാണ്. ഉമ്മായും വാപ്പയും ജീവിച്ചിരിക്കുകയാണ്. വാപ്പ തെണ്ടി കിടക്കണു, ഉമ്മ വേറെ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള അവർ പെർമിഷൻ കൊടുക്കാതെ, അല്ല അവർക്ക് ഒരു റിക്വസിഷൻ കൊടുക്കാതെ ഒരു കാരണവശാലും അവർക്ക് ഇത് മുറിച്ചു കൊണ്ട് പോകാൻ ഒക്കത്തില്ല. കള്ളി മോഷ്ടിച്ചുകൊണ്ട് ഓടാൻ നോക്കിയതാണ്. അപ്പം നീ ഏതൊക്കെ ലെവലടി ഫേമസ്? മാത്രമല്ല നീ പറയുന്നുണ്ടായിരുന്നു എന്നെ എന്തൊക്കെയോ ആരാണ്ടാ ചെയ്തെന്ന്. എടി അവൻ്റെ നാട്ടിൽ പോയി ഇറങ്ങിന്ന് അവനെ 10 പള്ളി വിളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുമെങ്കിൽ, ഒരു കേടുപാടും ഇല്ലാതെ വരാൻ പറ്റുമെങ്കിൽ അതല്ലടി ആംബിയർ. അത് നിന്നെ കൊണ്ട് പറ്റുമോ? നീ എങ്ങനെയൊന്നും ചെയ്ത് കാണില്ല. അപ്പോഴല്ലേ നിന്നെ കൊണ്ട് അതൊക്കെ ഇല്ല. പക്ഷെ ഞാൻ 25-ാം തീയതി അങ്ങോട്ട് വരാതിരുന്നായിരുന്നു. അവിടെ പോയി അതേ ഫോമിൽ നിൻ്റെ അടുത്തേക്ക് ഞാൻ വരാനിരുന്നായിരുന്നു. ഇനിയിപ്പോൾ വരുന്നില്ല. നീ ക്ഷണിച്ചാൽ നീ ഇരിക്കുന്നിടത്തേക്ക് ഞാൻ വരും. എന്തിനാണെന്നറിയാം? കൊച്ചിങ്ങൾക്ക് തിരുപ്പലും ബിസ്ക്കറ്റ് തരാനാ. നിൻ്റെ അണ്ണാക്കിൽ ഒരു പരിപാടിയുണ്ട്, അതുകൊണ്ട് അതും തരാനായിട്ടാണ്. ഏതായാലും നീ ഓടി ഒളിക്കുന്ന രംഗം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ശോകം തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വെറുതെ വിടുന്നു. അല്ല നീ ഇനി ചുരണ്ടിക്കൊണ്ട് വരുമെങ്കിൽ ഞാൻ നിന്നെ മാന്തും, തർക്കം വേണ്ട. എന്നാൽ ഇച്ചിരി കൂടെ സൗകര്യമുള്ള ഒരു 5 നില ബിൽഡിങ് നിനക്ക് റെൻറ്റിന് എടുക്കാറുണ്ട്. ഞാനിത് നിന്നെ കളിയാക്കി പറയുന്നില്ല. എൻ്റെ വീടും ഞാനും ഗൾഫിലൊക്കെ പോയിട്ടൊരു കുട്ടി വീടാണ് വെച്ചത്. 5 ലക്ഷം രൂപയ്ക്ക് ഒരു മുറി, ഒരു ഹാള്, ഒരു ചെറിയ പോർട്ടിക്കോ, ഒരു കിച്ചൺ, ഒരു ബാത്റൂം. ഇത്രയും ഞാനും വെച്ചുള്ളൂ. പുറത്തേക്ക് ഒരു ബാത്റൂം വെച്ചിട്ടുണ്ട്. ഇത്രയും ഞാനും ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നെ കൊണ്ട് അതേ പാടുള്ളൂ. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ആ വീട് വെച്ചത്. അന്ന് എൻ്റെ ഓർമ്മയിൽ എൻ്റെ മകൻ, എൻ്റെ മക്കൾ 2 പേരേ ഉള്ളൂ. ആരെങ്കിലും വിവാഹം കഴിക്കണമെങ്കിൽ മുകളിലേക്ക് സ്റ്റെപ്പ് കെട്ടി മുറി കെട്ടിക്കോട്ടെ, എന്നെ കൊണ്ടിപ്പോൾ ഇത്രേ പാടുള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷെ നീ ഈ 5 പിള്ളേരെയും കൊണ്ടൊരു കോഴിക്കൂട്ടിലേക്ക് പോയത് എന്താണെന്ന് നിനക്ക് തന്നെ വല്ല ബോധ്യമുണ്ടോ? തല മറന്ന് എണ്ണ തേക്കരുത് കൊച്ചേ. നമുക്ക് എത്രയുണ്ടെങ്കിലും നമ്മളൊരു പരിധിയിൽ കൂടുതൽ ആളുകൾ അത് വെച്ച് അവഹേളിക്കരുത്. ഞാൻ കണ്ട ലക്ഷങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെന്നായിരുന്നു നിന്റെ ഒരു കമൻറ്റ്. ഞെട്ടിപ്പോയി ഞാൻ. ചേടാ, ഇത്രയും ലക്ഷങ്ങളൊക്കെ കണ്ട ഒരുത്തിയാണോ നീ? എന്നിട്ടാണോ ഉമ്മച്ചിയുടെ വസ്തുവിനകത്ത് കയറി കുത്തിക്കിടന്ന് അടി കൂടുന്നത്? ഒന്നും പറയാനില്ല. നിന്റെ ഗതികേടായിരിക്കാം. എന്ത് തന്നെ ആയാലും ഭർത്താവ് നഷ്ടപ്പെട്ട, ഭർത്താവ് മരണപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിഹല്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, നിസ്സഹായത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മൗനം പാലിച്ചവളാണ് ഞാനൊരു സമയത്ത് നിന്റെ പേക്കൂത്തുകൾക്ക്. പക്ഷെ നീ തുടരെ ജനങ്ങളെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കുമ്പോൾ, ആ അവഹേളനം തിരിച്ച് നിനക്ക് കിട്ടുമ്പോൾ ബാധിക്കുന്നത് 5 പിള്ളേർക്കാണ്. കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. കുട്ടികളെ ഓർക്കുമ്പോൾ പാവം തോന്നുന്നു, സഹതാപം തോന്നുന്നു. എന്ത് ചെയ്യാൻ? ഇനിയിപ്പോൾ ഉടനെ നീ വരും, എൻ്റെ മക്കളെ ഓർത്ത് നീ സഹതപിക്കണ്ട. എടി, എനിക്ക് സഹതപിക്കാൻ നിന്റെ മക്കളെന്നോ നാട്ടുകാരുടെ മക്കളെന്നോ എൻ്റെ മക്കളെന്നോ വ്യത്യാസമില്ല. കുഞ്ഞുങ്ങളുടെ ഗതികേട് ഓർത്ത് ആർക്കും സഹതപിക്കാം. മനസ്സിലായോ? ആ അപ്പനോ കളഞ്ഞിട്ട് പോയി. നീ എന്ന ചണ്ടാള പിച്ചുകിയുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ട ചെറുക്കൻ. സത്യത്തിൽ നിങ്ങൾക്കിടയിൽ നടന്നത് എന്താണെന്നുള്ളത് കൃത്യമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ക്രൈം എടുക്കാത്തതിൻ്റെ കാരണം
നിനക്ക് 5 മക്കളുണ്ട് എന്നുള്ളതാണ്. അതെല്ലാ ക്രിമിനലുകളുടെയും ഒരു കളിയാണ്, മക്കളെ കാണിച്ചുകൊണ്ട് സേഫ് ആവുക എന്നുള്ളത്. നിങ്ങൾ കാണിക്കുന്ന ക്രിമിനലിസത്തിന് നിങ്ങൾ മക്കളെ കാണിച്ചുകൊണ്ട് സേഫ് ആകും. കുട്ടികൾ വളരുന്നൊരു അവസ്ഥയുണ്ട്. അന്ന് മക്കൾ തിരിച്ച് ക്രിമിനലിസം നിങ്ങളോട് കാണിക്കാതിരുന്നാൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഈ കേസിലും ഈ ചന്ദന കള്ളക്കടത്ത് കേസിലും ഇവളെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇളയ കുഞ്ഞിനെ കൺസേൺ ചെയ്തിട്ട് ആ കുട്ടിക്ക് ഉമ്മ വേണമല്ല, കുടുംബക്കാരും ഇല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. മണിക്കൂർ കണക്കിന് സ്പെൻഡ് ചെയ്തു എന്നാണ് കേട്ടത്. അപ്പോൾ പിന്നെ അവരൊരു തീരുമാനത്തിലെത്തി അറസ്റ്റ് വേണ്ട, പകരം ഹാജരായാൽ മതി എന്നുള്ള ടൈം എടുത്തു. ചില സമയങ്ങളിൽ പോലീസുകാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഫിജോ എന്ന് പറയുന്ന സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇരട്ട കുട്ടികളുടെ ചെറുപ്പം കാണിച്ചാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. 4 ദിവസം കിടന്ന് എന്നാലും ജാമ്യം കിട്ടിയത് ആ കുട്ടികളുടെ ഏജ് കാണിച്ചിട്ടാണ്. അപ്പം പാല് കുടിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർ പെട്ടെന്നൊരു കൺസിഡറേഷൻ കൊടുക്കും, കാരണം ജാമ്യം കിട്ടാൻ വകുപ്പുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കത്തില്ല. ക്രിമിനലുകൾക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉള്ളത് നല്ലതാണ്. മിക്കവാറും ക്രിമിനലുകൾക്കൊക്കെ 5 മക്കളുമാണ്, അതൊരു അതിശയം തന്നെയാണ്. എനിവേ, ഈ വിഷയത്തിൽ നീ നാട്ടുകാരുടെ വാക്ക്, പ്രത്യേകിച്ച് ഈ എന്തിരച്ചിയുടെ വാക്കും കേട്ട് എൻ്റെ നേരെ വരല്ലേ പൊന്നോളെ, ഒരു രീതിയിലുള്ള സഹകരണമോ ഒരു രീതിയിലുള്ള സഹതാപമോ ഈ സൈഡിൽ നീ പ്രതീക്ഷിക്കരുത്. ഞാൻ സ്ത്രീപക്ഷവാദിയൊക്കെ തന്നെയാണ്, പക്ഷെ ക്രിമിനലുകളുടെ കൂടെ ഞാൻ ചേരാറില്ല. ക്രിമിനലുകളായ സ്ത്രീകളെ എനിക്ക് വെറുപ്പാണ്, ഞാൻ അവരെ അകറ്റി നിർത്തും. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, നിങ്ങൾ സോഷ്യൽ ഈവിൾസാണ്. നിങ്ങൾ കാരണം പൊതുസമൂഹത്തിനാണ് ബുദ്ധിമുട്ട്. അങ്ങനെ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മളിൽ നിന്ന് നീക്കി നിർത്തണം. അങ്ങനെ നീക്കി നിർത്തുന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്കാണെങ്കിൽ അത് ഇഷ്ടം പോലെ ഉണ്ട് താനും. അപ്പോൾ നമുക്ക് ഇനി കാണാൻ വേണ്ടി അപ്പം ഷാജിദ വരും ദിവസങ്ങളിൽ എന്തൊക്കെ കുത്തഴിഞ്ഞ രീതികളാണ് നീ കൊണ്ടു കിടക്കാൻ പോണെന്ന് ആർക്കറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് നീ ഇന്നലെ ഇരുന്നുകൊണ്ട് ആരെയെ കാണാൻ പോകുന്നു, ആർക്കൊക്കെ ചാപ്പാട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പോകുന്നു, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പോകുന്നു. എടി, ആദ്യം നീ എവിടെയെങ്കിലും 5 സെൻറ്റ് വാങ്ങിച്ചിടാനുള്ള പരിപാടി ആലോചിക്കും. കാതിലും കഴുത്തിലും കിടക്കുന്നതൊക്കെ കൊണ്ടുപോയി ഇങ്ങോട്ട് വിറ്റ് 5 സെൻറ്റ് ഭൂമി വാങ്ങിച്ചിട്ട് അവിടെ ഒരു ഓലക്കുടിൽ കെട്ട്, ബാക്കി നാട്ടുകാർ ചേർന്ന് നിനക്കൊരു വീട് വെച്ച് തരും. അങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പഠിക്കുന്നത്. അല്ലാതെ ഈ കിട്ടിയ കാശ് നാട്ടുകാർ തന്ന ഭിക്ഷ വാങ്ങി അതെടുത്ത് കാതിലും കഴുത്തിലും ഒക്കെ ഇട്ട് ആട്ടി ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ സോഷ്യൽ വർക്കറാണ്, ഞാൻ ഇപ്പം ആട്ടും പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന നീ നിൽക്കുന്ന നില നിനക്കറിയത്തില്ല. നിനക്കൊരു കുന്തം അറിയാത്തത് കൊണ്ടാണ് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പോലും നീ ചെയ്യുന്നത്. നിന്നെ തിരുത്താൻ ദൈവം തമ്പുരാന് പോലും സാധിക്കാത്തടത്ത് ഞാൻ പറഞ്ഞിട്ട് മാത്രം. എന്നാലും നീ എൻ്റെ വീഡിയോ കാണുമെന്നുള്ളത് കൊണ്ട് ഞാനൊരു ചെറിയ ഉപദേശം തന്നെയാണ്. എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് മണ്ണ് വാങ്ങിച്ചിടാനുള്ള പരിപാടി നോക്ക്. എന്നിട്ട് അതിനകത്തൊരു കൊച്ചു കുടിലെങ്കിലും കുത്താൻ നോക്ക്. ഇപ്പം നീ താമസിക്കുന്നതും ഏകദേശം അതുപോലെ ഒരു മുറി കെട്ടാൻ വലിയ പൈസയൊന്നും ചിലവാകത്തില്ല. ആർക്കെങ്കിലും കോൺട്രാക്റ്റ് കൊടുത്താൽ ചെറിയ തുകയ്ക്ക് അത് ഒരെണ്ണം ഒപ്പിച്ചു തരും. എന്നിട്ട് അങ്ങോട്ട് മാറാൻ നോക്ക്. ഇനിയും ഇവിടുന്നും ലഹള കൂടി ഇറങ്ങി ഓടാതെ. അവൻ ജീവിച്ചിരുന്നപ്പോഴും ഒരുപാടിടത്തുനിന്ന് ലഹള കൂടി ഇറങ്ങി ഓടിയതുകൊണ്ടല്ലേ ആ ചെറുക്കൻ നിവർത്തി കെട്ട്. കുടുംബവും ഇല്ല, സ്വന്തം കുടുംബവും ഇല്ല, പെണ്ണിൻ്റെ കുടുംബവും ഇല്ല, നാട്ടുകാരുമായിട്ടും പ്രശ്നം, വാടക വീട്ടിലും പ്രശ്നം. അവന് ജീവിക്കാൻ നിവർത്തിയില്ലാത്തത്, കഴുത്തിൽ സുനായും വന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ആ ചെറുക്കൻ കയറി തൂങ്ങി ചത്ത് കളഞ്ഞത്. ആ ഒരവസ്ഥ നിൻ്റെ മക്കൾക്കും കൂടെ വരുത്തരുത്. ഇവളെ നന്നായിട്ട് കെയർ ചെയ്തോണം, നാട്ടുകാർ ശ്രദ്ധിച്ചോണം. ഇതിന് ഭ്രാന്താണ്, കൊച്ചുങ്ങളെ എന്തെങ്കിലും ചെയ്തു കളയെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്നെ ഈ വിഷയത്തിൽ ആരും വിളിക്കരുത്, ദയവ് ചെയ്തിട്ട്. ഇവളെ സംസാരിക്കരുത്, ഇവക്കെതിരെ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞിട്ട് എന്നെ ആരും വിളിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ചുമ്മാ ഇരിക്കുന്ന എന്നെ വന്ന് ചൊറിഞ്ഞത് അവളാണ്, ഞാനല്ല. ഞാൻ പല പ്രാവശ്യം വിട്ട കേസാണിത്. ഈ താല്പര്യമില്ലാന്ന് വിട്ട കേസാണ്. പിന്നെ ഇവക്ക് ഭ്രാന്തൊന്നുമില്ല, ഇവക്ക് നല്ല അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിന് മറുപടി എൻ്റെ കയ്യിലുണ്ടാകും. ഞാൻ മറുപടി പറയുന്ന സ്ത്രീയാണ്, എനിക്ക് മറുപടി ഉണ്ടാകും എന്നുള്ളതാണ്. തോന്നിവാസങ്ങളും തെണ്ടിത്തരങ്ങളും ഒക്കെ എന്നെപ്പറ്റി പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയരുതെന്ന് പറയണത് ഒരിക്കലും ഒരു സാമാന്യ മര്യാദയല്ല. എനിക്ക് 4 ഭർത്താവുണ്ടെന്ന് അവൾ പറഞ്ഞത് കാണിക്കാൻ പറയും. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതാണ്, ഞാൻ ഉടനെ ആരുടെ വന്ന് ഭിക്ഷ എടുത്തില്ല. ഭർത്താവ് ചത്തുപോയേ എന്നെ രക്ഷിക്കണേ, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അയാളെയും ചീത്ത വിളിച്ച് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇവൾ നിരന്തരം ഇരുന്നുകൊണ്ട് ചത്തുപോയനെ തെറി വിളിക്കുന്നതിന് കേൾക്കുന്നത്. ഇപ്പം ചത്തുപോയനെ പൊക്കി പിടിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാലേ വാല്യൂ ഉള്ളൂ. പിന്നെ ഒരു കമൻറ്റും കൂടെ ഉണ്ടായിരുന്നു, മരിച്ചവരെ പറയല്ലേ എന്ന്. മരണം ആരെയും വലിയ മഹാനാക്കത്തില്ല. ഒരാൾ മരണപ്പെട്ടത് കൊണ്ട് ആരും മഹാനൊന്നും ആവത്തില്ല. അയാളുടെ തെറ്റുകൾ എന്താണോ അത് അവിടെ നിൽക്കും. ഗോവിന്ദച്ചാമി മരിച്ച അവനാരും പറയില്ലെന്നാണ്. ഗോവിന്ദച്ചാമി ഈസ് ഗോവിന്ദച്ചാമി, അതിനകത്ത് തർക്കമില്ല. അപ്പോൾ മരണം കൊണ്ട് ആരും നന്നാവൂന്ന് ആരും വിചാരിക്കല്ലേ, ഒരിക്കലും ഇല്ല. ഈ വ്യക്തി ചെയ്ത തെറ്റുകൾ അതവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഭാര്യയെ തിരുത്താൻ കഴിയാത്തടുത്ത് അയാളെ മക്കളെയും പിടിച്ചു വാങ്ങി വേറെ പോകണമായിരുന്നു. അവളെ ഒറ്റയ്ക്ക് അങ്ങ് വിടണമായിരുന്നു, അല്ല തൂങ്ങിച്ചാവയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരത്തില്ല. പിന്നെ ഉമ്മായെ പറയില്ലേ എന്ന് പറയും. ഉമ്മായെ പറയുമല്ലോ. പെൺമക്കൾക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാർ തന്നെയാണ്. അന്താ പെണ്ണുങ്ങൾക്ക് അച്ചടക്കം മതിയെന്ന്? പെണ്ണുങ്ങൾക്ക് തന്നെയാണ് അച്ചടക്കം വരേണ്ടത്. പെണ്ണിനാണ് ഗർഭപാത്രമുള്ളത്, പെണ്ണിനാണ് ഓട്ടയുള്ളത്. അപ്പോൾ പിന്നെ അവിടെ ഇത്തിരി അച്ചടക്കം വേണ്ടി വരും.
അതിനകത്തൊരു ഒരു പുരോഗമനവാദം ഇല്ലെന്നോ മറ്റതുണ്ടെന്നോ ഒന്നും പറയരുത്. നീയൊക്കെ അതുകൊണ്ടല്ലേ ഇപ്പം റീസെൻ്റ്ലി ഒരു കൊച്ച് ചാമ്പലയിൽ പൊതിഞ്ഞുകൊണ്ട് കളഞ്ഞത് അച്ചടക്കമില്ലായ്മ കൊണ്ടാണ്. അച്ചടക്കം വേണ്ടിയിരുന്നു. പെണ്ണിന് അച്ചടക്കം വേണ്ടായിരുന്നെങ്കിൽ പെണ്ണിന് അങ്ങനെ ഇപ്പം പെറ്റിട്ട് ചാമ്പലയെ കൊണ്ടുവന്ന് ചവരി കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. അത് മനസ്സിലാക്കുക. ഈ സമത്വവും ഫെമിനിസവും ഒക്കെ നല്ലതാണ്, പക്ഷെ അത് ഒരു പരിധിയിൽ കൂടുതൽ സ്ത്രീകൾക്ക് ചില പരിമിതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ പരിമിതിയിൽ നിൽക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത്രയും ബോൾഡായിരിക്കണം. അങ്ങനെ ഒരു തലത്തിൽ നിൽക്കുന്ന പെണ്ണിന് ഇതൊന്നും പറ്റത്തില്ല. അല്ലാത്ത പെണ്ണുങ്ങൾ കുറച്ച് അടങ്ങണം. ആന വാവളക്കുന്ന കണ്ടിട്ട് അണ്ണാൻ വാവളക്കരുത്, കീറിപ്പോവും. ആ വ്യത്യാസം മനസ്സിലാക്കുക. എന്തിന് ഏതിനും കയറി അങ്ങോട്ട് ഒരു സോഷ്യൽ വർക്കർ വന്നേക്കുന്നു. ഇപ്പം നാട്ടുകാർ ഓടിച്ചില്ലേ മോളെ, കർമ്മ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ഷെഫീനയുടെ കേസുകൾ ഭയങ്കര പ്രശ്നമാണ്. ഇന്നെ തൊട്ടവരൊക്കെ വിത്തിൻ മന്തിൽ അനുഭവിച്ചാണ് ശീലം. അത് ഞാൻ കണ്ടാണ് ശീലം. അതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പേ 10 വട്ടം ആലോചിക്കുക. അതെന്തുകൊണ്ടെന്നാൽ നേരിൻ്റെ മാർഗം സ്വീകരിച്ചവളാണ്, നുണ പറയാൻ താല്പര്യമില്ലാത്തവളാണ്, ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്തവളാണ്. എന്നെ ദ്രോഹിക്കുന്നവർക്ക് അച്ചസഡിൽ അവിടെ നിന്ന് കിട്ടും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു സോ മച്ച്. സന്തോഷമുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിന്നെ ആ നാട്ടിൽ നിന്ന് ഓടിച്ചതിൽ. കാരണം നീ ഒരു കാര്യവുമില്ലാതെ അവാണ്ടമായ ഒരു കാര്യം ആദ്യം പറഞ്ഞു. ആദ്യം നീ ഇവള് പറഞ്ഞത് എൻ്റെ ഉമ്മച്ചിയുമായിട്ട് ഞാൻ പിണക്കോന്ന്. ഞാൻ പോയി ഉമ്മച്ചിയുടെ വീഡിയോ എടുത്തിട്ട് അപ്പോഴും പറയില്ല അത് കള്ളമാണെന്നാണ് പറയണത്. എന്തോ പറയാനാ, എൻ്റെ നാട് എനിക്ക് വീടില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീടിൻ്റെ വീഡിയോ എടുത്തിട്ട് അപ്പോഴും പറയണത് എനിക്ക് വീടില്ല. പിന്നെ പറയണത് എന്താണ്, ആ വീട് മോശമാണ്, പ്രോപ്പർട്ടി ഇല്ല, അതില്ലത്. ഇനി ഇതൊന്ന് ഓരോന്നോരോന്ന് കാണിക്കാൻ താല്പര്യമില്ല. ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യം വന്നൊരു കാര്യം, എൻ്റെ ഇളയ മകൻ എനിക്ക് സപ്പോർട്ടില്ല എന്ന്. അത് ഞാൻ കാണുന്നുണ്ട്. നിൻ്റെ രണ്ടാമത്തെ മകൻ നിൻ്റെ ഒരു വീഡിയോയിലും വരാൻ തയ്യാറാകാതെ നിൽക്കുന്നത്, അത് കുട്ടികളുടെ ഒരു ഇൻട്രോവേർട്ട് ഇതാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഇളയ ശാരിക്ക് മോൻ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കണക്ക് മറ്റേ കുട്ടി വരത്തില്ല. കാരണം അവന് ബോധം വന്നു, ഉമ്മ കാണിക്കുന്ന തെണ്ടിത്തരമാണെന്ന് അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടായിരിക്കും ചെറുക്കൻ അങ്ങോട്ട് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവനതിനകത്ത് താല്പര്യം ഉണ്ടാകത്തില്ല, ചെറുക്കൻ അതിനകത്ത് താല്പര്യം ഉണ്ടാകും. നീ അത് എൻ്റെ കൊച്ചിൻ്റെ തലയിൽ കൊണ്ടുവച്ച് ഒന്ന് ശ്രമിച്ചു. എൻ്റെ കുട്ടി ഏത് വീഡിയോയിൽ വന്നില്ല. അതും ഞങ്ങളുടെ ഷോർട്സ് വീഡിയോ എടുത്തു വെച്ച് നോക്കി ഞാൻ അതിനകത്ത് ബ്ലർ ചെയ്ത ഭാഗമൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് അതും ചിന്തിച്ച് അതുവരെ നോക്കിയിട്ട് അപ്പം അതിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മളുടേതായ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അത് കാണിച്ചു തരുന്നതിന് പകരം അതിനെ മറ്റൊരു തരത്തിലേക്ക് എടുത്ത് നീ അപ്പം കാണിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഷെഫീനായും അപ്പം കാണിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ലടി. നിന്നോട് സംസാരിക്കുമ്പം സംസ്കാരം എന്നത് ഞാൻ മറന്നുപോകും, മറന്നേ പറ്റുള്ളൂ. അത്രയ്ക്ക് സംസ്കാര സമ്പന്നയാണ് നീ. ആ സംസ്കാര സമ്പന്നതയ്ക്ക് ഇങ്ങനെ മറുപടി തരാനേ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അൺസബ്സ്ക്രൈബ് മൈ ചാനൽ. കമൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ 25-ാം തീയതി അവിടെ പോകാനും ഈ കേസിൻ്റെ ബാലൻസ് എന്താണ് എന്നറിയാനും ചിന്തിച്ചു വെച്ചിരുന്നു. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, നമ്മൾ തിരുവനന്തപുരത്താണ് ബാലാവകാശ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫോളോ അപ്പിന് ഞാൻ നേരിട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഞാൻ ഈ വിഷയവുമായി മുൻപോട്ട് പോകണമെന്നാണെങ്കിൽ ഞാനത് ഫോളോ അപ്പ് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിതിവിടെ ഡ്രോപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവൾക്ക് പടച്ചവൻ തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ നാക്കും കൂടെ ചവിട്ടി പിടിച്ച് താക്കും. കാരണം ആ നാവ് കൊണ്ട് ഉമ്മായെയാണ് തെറി വിളിച്ചത്. അപ്പോൾ പിന്നെ അതും അതിനപ്പുറവും സംഭവിക്കാതിരുന്നാൽ നല്ലത്. ആ കുട്ടികളുടെ ഗതി ഓർത്താൽ വളരെ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം. താങ്ക്